നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ചിക്കൻ്റെ ഒരു റെസിപ്പിയാണ്. ചിക്കൻ ചില്ലിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമ്മൾ എടുത്തേക്കുന്നത് ഒരു 1/2 കിലോ ചിക്കൻ്റെ ബ്രസ്റ്റാണ്. ചിക്കൻ്റെ ബ്രസ്റ്റ് വെച്ചാണ് നമ്മൾ ചില്ലി ഉണ്ടാക്കുന്നത്. അതിൽ നമ്മൾ ചൈനീസ് സ്റ്റൈലിലെ ടൊമാറ്റോ സോസ് ഒക്കെ ഒഴിച്ചാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമ്മളൊരു 1/2 കിലോ ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇതിനി നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ചിക്കനൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പരിപാടിയിലേക്ക് കിടക്കാം. കട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അടുത്ത ചേരുവകളൊക്കെ ഇടാം. നമ്മൾ ഇടാൻ എടുത്തു വെച്ചേക്കുന്ന ചേരുവകളാണ് ഒരു തക്കാളിയുണ്ട്, ഒരു സബോളയുണ്ട്. അത് സബോള നമ്മൾ സ്ക്വയർ ആയിട്ടാണ് അരിഞ്ഞേക്കുന്നത്. പിന്നെ ഒരു ക്യാപ്സിക്കം ഉണ്ട്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ഉണ്ട്, വലിയ കഷ്ണം വെളുത്തുള്ളി ഉണ്ട്. ഇത്രയും സാധനമാണ്. വെളുത്തുള്ളി ഇഞ്ചിയും കുഞ്ഞായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൂടുതലായിട്ട് ഇട്ടേക്കുന്ന കാശ്മീരി പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി 1 ടീസ്പൂണ്, എരിവുള്ള മുളക് പൊടി 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, പിന്നെ നമ്മുടെ ഗരം മസാലപ്പൊടി അതൊരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ഇളക്കി യോജിപ്പിച്ചപ്പം ഉള്ള വിഷ്വലാണിത്. ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ശകലം വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്ത് ഇതിൻ്റെ അകത്തിട്ടൊന്ന് തിളപ്പിക്കാം. നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ. വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. നമ്മൾ ചിക്കൻ്റെ അകത്ത് വെള്ളത്തിൽ തന്നെ ഇത് വെന്തോളും. നമ്മളെല്ലാം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് വേവട്ടെ, ഒന്ന് അടച്ചു വെച്ച് വേവിക്കും. ഈ തിളയ്ക്കുന്നുണ്ട് കേട്ടോ, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി തിളച്ച് നമ്മൾ സോസൊക്കെ ഒഴിച്ച് നല്ല ഗ്രേവി ആവണം, സോസി ആവണം. ചിക്കൻ ചില്ലി റെഡി ആയിട്ടുണ്ട്. നമ്മൾ അധികം സോസ് ഒഴിച്ചിട്ടില്ല, അതുകൊണ്ട് നല്ല പെരണ്ടിരിക്കുന്നത്. കുറച്ചും കൂടെ ലൂസാക്കേണ്ടവർക്ക് സോസ് ഒഴിച്ച് ലൂസാക്കാം. അപ്പം തനി ചൈനീസ് ചില്ലി ആയിപ്പോവും. നമുക്ക് അത്രയും സോസ് വേണ്ട. നമ്മൾ ഒരു ഗ്രേവി പരുവത്തിലാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ചില്ലി റെഡി. കഴിക്കാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചില്ലി. മീറ്റൊക്കെ നല്ല സോഫ്റ്റാണ്. ചിക്കൻ ബ്രസ്റ്റ് വെച്ച് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല സോഫ്റ്റായിട്ടിരിക്കും. കഴിക്കാനും നല്ല ഈസിയാണ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക.